നിങ്ങൾ പങ്കുവച്ച ഒരു ഖുറാൻ സൂക്തത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം. നമസ്കാരം. സൂറ യൂനുസിലെ 100-ാം സൂക്തം. ഇത് വായിക്കുമ്പോൾ ഒറ്റനോട്ടത്തിലൊരു വൈരുദ്ധ്യം പോലെ തോന്നാം. ശരിയാണ്. ഒരു വശത്ത് പറയുന്നു വിശ്വാസം പൂർണ്ണമായും ദൈവത്തിന്റെ കയ്യിലാണെന്ന്. അതെ. മറുവശത്ത് ചിന്തിക്കാത്തവരെ ശിക്ഷിക്കുമെന്നും പറയുന്നു. അപ്പോൾ വിശ്വാസം ദൈവത്തിന്റെ ഒരു സമ്മാനമാണെങ്കിൽ പിന്നെന്തിനാ നമ്മളിങ്ങനെ തലപുകഞ്ഞ് ആലോചിക്കുന്നത്? തീർച്ചയായും ഇതൊരു സാധാരണ സംശയമാണ്. ഒറ്റനോട്ടത്തിൽ ഇത് പരസ്പരം ചേരാത്ത രണ്ട് ആശയങ്ങൾ പോലെ തോന്നും. അതെ. പക്ഷേ ഒരുമിച്ച് വെച്ച് നോക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ആഴം നമുക്ക് മനസ്സിലാവുന്നത്. ശരിയാണ്. അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗം തന്നെ എടുക്കാം. ദൈവഹിതമില്ലാതെ ഒരു ആത്മാവിനും വിശ്വസിക്കാൻ കഴിയില്ല. ഇത് കേൾക്കുമ്പോൾ ശരിക്കും മനുഷ്യനെതിരൊരു റോളുമില്ല എന്ന് തോന്നിപ്പോകുമല്ലോ. അതൊരു നല്ല ചോദ്യമാണ്. എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചതാണെങ്കിൽ പിന്നെ നമ്മുടെ പ്രയത്നങ്ങൾക്ക് എവിടെയാണ് സ്ഥാനം? ഇതിനെ വിധിയെക്കുറിച്ചുള്ളൊരു പ്രസ്താവനയായി മാത്രം നമ്മൾ കണ്ടാൽ ആ ഒരു ആശയക്കുഴപ്പം വരും. ഓക്കെ. പക്ഷെ ഇതിന്റെ മറ്റൊരു തലം ഇത് മനുഷ്യന്റെ അഹന്തയെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നതാണ്. ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് വിശ്വസിച്ചു, അല്ലെങ്കിൽ എന്റെ കഴിവുകൊണ്ടാണ് ഞാൻ വിശ്വാസിയായത് എന്നൊരു ചിന്തയുണ്ടല്ലോ. ആ ചിന്തയെ ഇത് ഇല്ലാതാക്കുന്നു. വിശ്വാസമെന്നത് ആത്യന്തികമായി ഒരു ദൈവിക ദാനമാണ്, നമ്മുടെ ഒരു നേട്ടമല്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ. അതായത് അതൊരു വിനയത്തിലേക്കുള്ള ക്ഷണമാണ്. കൃത്യം. ഓക്കെ. അപ്പോൾ വിശ്വാസം ഒരു ദൈവിക ദാനമാണെന്ന് ഉറപ്പിച്ചു. പക്ഷെ അപ്പോഴാണ് ഈ സൂക്തം ഒരു ട്വിസ്റ്റ് തരുന്നത്, അല്ലേ? അതെ. ചിന്തിക്കാത്തവരുടെ കാര്യം വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമാവുകയാണ്. ചിന്തിക്കാത്തവരുടെ മേൽ അവൻ മാലിന്യം നിക്ഷേപിക്കും എന്നാണ് പറയുന്നത്. മാലിന്യം എന്ന വാക്ക് തന്നെ വളരെ ശക്തമാണ്. വളരെ ശക്തമാണ്. അറബിയിൽ ഉപയോഗിച്ച റിഡ്സ് എന്ന വാക്കിന് ഭൗതികമായ അഴുക്ക്, ശിക്ഷ, കോപം എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. ഓഹോ. ഇവിടെ അത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരുതരം ആത്മീയമായ ആശയക്കുഴപ്പത്തെ സൂചിപ്പിക്കാനാണ്. അതായത് സംശയത്തിന്റെ മാലിന്യം. സംശയത്തിന്റെ മാലിന്യം. അതെ. ചിന്തിക്കാതിരിക്കുന്നത് ഒരുതരം ആത്മീയ അശുദ്ധിയിലേക്ക് നയിക്കുമെന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ചിന്തിക്കാത്തവരുടെ മേൽ മാലിന്യം നിക്ഷേപിക്കും എന്ന് പറയുമ്പോൾ അതൊരു ഭീഷണിയായിട്ട് തോന്നുന്നില്ലേ? യുക്തി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് പകരം ഭയപ്പെടുത്തുകയാണോ ഇവിടെ? അങ്ങനെയും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ അതിനേക്കാൾ മനോഹരമായ മറ്റൊരു വായനയുണ്ട്. അതെന്താണ്? അതൊരു ഭീഷണിയല്ല, മറിച്ച് ഒരു പ്രകൃതി നിയമം പോലെ പറയുന്നതാണ്. നിങ്ങൾ വെളിച്ചം ഉപയോഗിച്ചില്ലെങ്കിൽ ഇരുട്ടിലായി പോകും എന്ന് പറയുന്നത് പോലെ. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ചിന്താശേഷി ഉപയോഗിച്ചില്ലെങ്കിൽ അതിന്റെ സ്വാഭാവികമായ ഒരു ഫലം സംശയവും ആശയക്കുഴപ്പവുമായിരിക്കും. അപ്പോ അതൊരു ശിക്ഷ എന്നതിലുപരി ഒരു പ്രവൃത്തിയുടെ അനന്തരഫലമാണെന്ന്. അതെ, ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് പോലെ. എനിക്കെപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഭാഗമാണിത്. ഈ രണ്ട് ആശയങ്ങളും, അതായത് വിശ്വാസം ദൈവത്തിൽ നിന്നാണെങ്കിൽ യുക്തി ഉപയോഗിക്കേണ്ടത് നമ്മളും. അപ്പോൾ ശരിക്കും എന്താണ് ഇതിൻ്റെ ഒരു ഗുട്ടൻസ്? ഇവിടെയാണ് ഈ സൂക്തം വിശ്വാസത്തെക്കുറിച്ചുള്ള നമ്മുടെ സാധാരണ ധാരണകളെ മാറ്റിമറിക്കുന്നത്. എങ്ങനെ? വിശ്വാസം എന്നത് കണ്ണടച്ച് സ്വീകരിക്കേണ്ട ഒന്നല്ല, മറിച്ച് യുക്തി ഉപയോഗിച്ച് അന്വേഷിക്കേണ്ട ഒന്നാണെന്ന് ഇത് പറയുന്നു. ആ അന്വേഷണത്തിനാണ് ദൈവം അനുമതി നൽകുന്നത്, അല്ലാതെ അലസതയ്ക്കല്ല. അതായത് ഇതൊരു പങ്കാളിത്തമാണ്. അതെ, ഒരു പങ്കാളിത്തം, ഒരു കൈകൊടുക്കൽ പോലെ. ഒരു കൈകൊടുക്കൽ. മനുഷ്യൻ യുക്തിയുടെ കൈ നീട്ടുമ്പോൾ ദൈവം വിശ്വാസത്തിന്റെ കൈ നീട്ടുന്നു. ആ ദൈവീകമായ അനുമതിക്കു വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയാണ് ചിന്തിക്കുക, ചോദ്യം ചെയ്യുക, അന്വേഷിക്കുക എന്നതൊക്കെ. അപ്പോൾ യുക്തി ഉപയോഗിക്കുക എന്നത് വിശ്വാസത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നത് പോലെയാണ്. കൃത്യമായി. അപ്പോൾ ആ വാതിൽ നമ്മൾ തുറന്നു കൊടുത്തില്ലെങ്കിൽ അത് അടഞ്ഞുകിടക്കും. അതാണ് ആ സംശയത്തിന്റെ മാലിന്യം. അതുകൊണ്ട് ഈ സൂക്തം നമ്മളെ നിഷ്ക്രിയരായി ഇരിക്കാനല്ല, മറിച്ച് വിശ്വാസത്തിന്റെ പ്രക്രിയയിൽ സജീവ പങ്കാളികളാകാനാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പങ്കുവെച്ച ഈ സൂക്തം നൽകുന്ന പ്രധാന സന്ദേശം ഇതാണ്: വിശ്വാസത്തിന്റെ യാത്രയിൽ ദൈവീക ഹിതവും മനുഷ്യന്റെ യുക്തിയും പരസ്പരം മത്സരിക്കുന്നില്ല. ഒരിക്കലുമില്ല. മറിച്ച് അവ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ശക്തികളാണ്. ഒന്ന് മറ്റൊന്നിന് അനിവാര്യമാണ്. തീർച്ചയായും. ഇനി കേൾക്കുന്നവർക്ക് ചിന്തിക്കാനായി ഒരു ചോദ്യം കൂടി തരാം. ഓക്കെ. സംശയത്തിന്റെ മാലിന്യം ഒഴിവാക്കി വിശ്വാസത്തിനു വഴിയൊരുക്കാനുള്ള മാർഗം യുക്തി ഉപയോഗിക്കലാണെങ്കിൽ, ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ യുക്തി ഉപയോഗിക്കുക എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? അത് കേവലം തർക്കശാസ്ത്രം മാത്രമാണോ? അതോ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്നതും സ്വന്തം ധാരണകളെ ചോദ്യം ചെയ്യുന്നതും
ആത്മപരിശോധന നടത്തുന്നതുമെല്ലാം അതിൽ ഉൾപ്പെടുമോ?